എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണേ. അള്ളാഹുവിന്റെ ദീനിനെ പറ്റി കേൾക്കാൻ, സത്യത്തെ പറ്റി കേൾക്കാൻ, ഹദീസുകളെ പറ്റി കേൾക്കാൻ, ഖുർആനിനെ പറ്റി കേൾക്കാൻ ഞങ്ങളൊന്നും താല്പര്യമുള്ളവരായെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണ നഗരിയിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്റെ സഹോദരി, എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ റോൾ മോഡലാക്കേണ്ടത് സിനിമാ താരങ്ങളെയല്ല, നീ റോൾ മോഡലാക്കേണ്ടത് സീരിയൽ താരങ്ങളെയല്ല, പിന്നെയോ ഖുർആൻ നിനക്കൊരു റോൾ മോഡലെ തരികയാ. അല്ലാഹു തന്നെ പറയുകയാണ്, പടച്ച തമ്പുരാൻ നിനക്ക് റോൾ മോഡലാക്കി തരുന്നതാരെയാ? അനറബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ രക്ഷിതാവെന്ന് പറഞ്ഞ് വീമ്പളക്കിക്കൊണ്ട് നടന്ന ഫിർഔന്റെ ഭാര്യയായ മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹയാ. എന്തുകൊണ്ടാണ് ആസിയയെ നിനക്ക് റോൾ മോഡലാക്കിയതെന്നറിയുമോ? അതേ പടച്ച തമ്പുരാൻ തന്നെ പറയുകയാണ്. എന്തിന്റെ പേരിലാ? ആസിയയുടെ വഫാത്തെടുക്കുന്ന സമയമുണ്ടല്ലോ, ഫിർഔന്റെ ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയമുണ്ടല്ലോ, അപ്രകാരം ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും തന്റെ മുന്നിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട കോഴിയെ തിളച്ച എണ്ണയിൽ മുക്കിക്കൊല്ലുമ്പോഴും, തന്റെ മുന്നിൽ വെച്ച് പിഞ്ചോമന മക്കളെ തിളച്ച എണ്ണയിൽ മുക്കിക്കൊല്ലുമ്പോഴും, ക്രൂരമായി പീഡനങ്ങൾ അനുഭവിച്ച് ആസിയയെ കൊല്ലാനൊരുങ്ങുമ്പോഴും, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇരു കരങ്ങളും പടച്ചവന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹ അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. നാഥാ റബ്ബി ബിനിലി ഇന്നക ബൈതൻ ഫിൽ ജന്ന, പടച്ചവനെ എനിക്ക് സ്വർഗത്തിലൊരു വീട് നീ ഒന്ന് തരുമോ? പടച്ചവനെ എനിക്ക് സ്വർഗത്തിലെ സ്ഥാനമാനങ്ങൾ നീ ഒന്ന് തരുമോ? അതേ ആസിയയ്ക്ക് വേണമെങ്കിൽ ഈജിപ്തിലെ രാജാവായിരുന്ന ഫിർഔന്റെ കൊട്ടാരത്തിലെ രാജകുമാരിയായി വാഴാമായിരുന്നു. ആസിയയ്ക്ക് വേണമെങ്കിൽ ആരും പതിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രം ധരിച്ച് നടക്കാമായിരുന്നു. ആസിയയ്ക്ക് വേണമെങ്കിൽ ഒരുപാട് സുഖ സൗകര്യങ്ങളുടെ നടുവിൽ ജീവിക്കുമായിരുന്നു. എന്നാൽ മഹദിയായ ആസിയ അല്ലാഹുവോട് ആവശ്യപ്പെടുന്നതെന്താ? പടച്ചവനെ എനിക്ക് ഫിർഔന്റെ ആഡംബരങ്ങൾ വേണ്ട അല്ലാ, ഫിർഔന്റെ അലങ്കാരങ്ങൾ വേണ്ട അല്ലാ, ഫിർഔന്റെ അഹങ്കാരങ്ങൾ വേണ്ട അല്ലാ, ഫിർഔന്റെ ഖജനാവുകൾ വേണ്ട അല്ലാ. പടച്ചവനെ എനിക്ക് ആവശ്യമുള്ളതെന്താണെന്നറിയുമോ? റബ്ബി ബിനിലി ഇന്നക ബൈതൻ ഫിൽ ജന്ന, പടച്ചവനെ എനിക്ക് നീ സ്വർഗമൊന്ന് തരുമോ? സ്വർഗത്തിലെ കൊട്ടാരം നീ എനിക്കൊന്ന് തരുമോ? സ്വർഗത്തിലെ രാജകുമാരിയായി നീ എന്നെ ഒന്നാക്കി മാറ്റുമോ? അതേ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, സ്വർഗത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച, സ്വർഗത്തിന് വേണ്ടി ദുനിയാവിനെ മാറ്റിവച്ച മഹദിയായ ആസിയ പോകുന്ന സ്വർഗം നിനക്ക് വേണോ? ആയിഷ പോകുന്ന സ്വർഗം നിനക്ക് വേണോ? ദീനിനു വേണ്ടി സകല സമ്പത്തും ചെലവഴിച്ച് മക്കയുടെ ധനികയായി മാറിയിട്ട് അവസാനം മരണപ്പെടുമ്പോ പരമതിരിച്ചയായി വഫാത്താകേണ്ടി വന്ന മഹദിയായ ഖദീജ പോകുന്ന സ്വർഗം വേണോ? റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷണമായ സയ്യിദത്തുൻ നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ നാരിമാരുടെ രാജകുമാരിയായ ഫാത്തിമത്തുൽ സഹ്റ ബത്തൂൽ പോകുന്ന സ്വർഗം വേണോ? എങ്കിൽ എന്റെ പെങ്ങളെ, നീ ദുനിയാവിന് വേണ്ടി ജീവിക്കല്ലേ, ദുനിയാവിലെ ആഡംബരങ്ങൾക്ക് വേണ്ടി നീ ഒരിക്കലും ആവശ്യപ്പെടല്ലേ. അറിയുമോ, ചരിത്രങ്ങളിലെ ധീര വനിതയെ നിനക്ക് കാണാൻ കഴിയുന്നതാ. അതേ ഇന്നും സ്വർഗത്തിലെ പറവയായി പാറിപ്പറക്കുന്ന ഗുജറാത്തിന്റെ തെരുവോരങ്ങളില് അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളുടെ കൊലക്കത്തിക്കിരയായ, വർഗീയവാദികളുടെ കൊലക്കത്തിക്കിരയായ, ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ട് ഗുഹ്യഭാഗത്തേക്ക് മരക്കുറ്റികളടിച്ച് കയറ്റപ്പെട്ടിട്ട് പെട്രോളൊഴിച്ച് കത്തിക്കുമ്പോ വയറുപോലും കത്തി അമർന്നുകൊണ്ട് ധീരശഹാദത്ത് വരിച്ച അതേ ഇന്നിന്റെ ബീഗം ഫാത്തിമയുടെ അന്നത്തെ നേതാവുണ്ടല്ലോ, മഹദിയായ ഷഹീദ സുമയ്യ, ഇന്ന് ഗുജറാത്തിന്റെ തെരുവോരങ്ങൾ ക്രൂരമായ എന്റെ പെങ്ങളെ, നമ്മുടെ സഹോദരങ്ങൾ മരിച്ചെങ്കിൽ 14 മുമ്പ് മക്ക എന്ന് പറയുന്ന ഗുജറാത്തില് അതേ ഇന്നത്തെ നരേന്ദ്രമോദിയുടെ അന്നത്തെ ഉപ്പയായിരുന്ന, അന്നത്തെ വാപ്പയായിരുന്ന, അന്നത്തെ പിതാവായിരുന്ന അബൂ ജഹലിന്റെ
ജഹലിന്റെ മുന്നിൽ ക്രൂരമായി വസ്ത്രാക്ഷേപം നടത്തപ്പെട്ടിട്ട് ഗുഹ്യഭാഗത്തേക്ക് വിധി പഴിപ്പിച്ചതായ കമ്പി കുത്തപ്പെട്ട് ഷഹാദത്ത് വരിച്ച മഹദിയായ ഷഹീദ സുമയ്യ റളിയല്ലാഹു അൻഹയുണ്ടല്ലോ. എന്തിനാണ് സുമയ്യ ത്യാഗങ്ങൾ സഹിച്ചത്? എന്തിനാണ് സുമയ്യ ഒരുപാട് കഷ്ടപ്പെട്ട് സഹിച്ചത്? ആ സുമയ്യയോട് അല്ലാഹുവിന്റെ ഹബീബ് വന്ന് പറഞ്ഞു, സുമയ്യ ഇസ്ബിർ യാ ആല യാസിർ ഇന്ന മൗഇദതുൽ ജന്ന. നിങ്ങളൊന്ന് ക്ഷമിക്കണേ, നിങ്ങളൊന്ന് സഹിക്കണേ, നിങ്ങൾക്ക് നാളെ സ്വർഗമാ. ആ സ്വർഗത്തിന് വേണ്ടി മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹ കഷ്ടപ്പെട്ട് ഷഹാദത്ത് വരിച്ചു. ഇന്ന് സ്വർഗത്തിലെ പറവയായി പാറിപ്പറക്കുന്നെങ്കിൽ ആ സ്വർഗത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹ ത്യാഗങ്ങൾ സഹിച്ച് ഷഹാദത്ത് വരിച്ച് ഇന്നത്തെ സ്വർഗത്തിലെ പറവയായി പാറിപ്പറക്കുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് മാതൃകയതാണ്, നിനക്ക് മാതൃകയാണ്. എന്റെ സഹോദരിമാർക്ക് ദീനുമായി എന്ത് ബന്ധം? ഇന്ന് മുസ്ലിം എന്ന പേര് പറഞ്ഞുകൊണ്ട് അന്യന്റെ മുന്നിലൂടെ ശരീരവും ഔറത്തുമെല്ലാം തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ദീനിനു വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചവരെന്ന് നിനക്കറിയോ? ആസിയ അന്തറാബി എന്ന ധീരവനിതയെ നിനക്കറിയോ? സൈനബുൽ ഗസാലി എന്ന ധീരവനിതയെ നിനക്കറിയോ? ആഫിയ സിദ്ദീഖ എന്ന ധീരവനിതയെ നിനക്കറിയോ? ഇന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമായി പോയെന്ന ഒറ്റ കാരണങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ധീരവനിതകൾ നിനക്കറിയോ? എന്റെ സഹോദരിമാരെ, അവർക്കെല്ലാം അള്ളാന്റെ മുന്നിൽ സ്ഥാനമാണ്. അവർക്കെല്ലാം പടച്ചവന്റെ സ്വർഗത്തിൽ പച്ചപ്പറവകളായി പാറി പറക്കാനുള്ള സൗഭാഗ്യം പടച്ചറമ്പുരാൻ കൊടുക്കുമ്പോൾ നിസ്കാരമില്ലാതെ ദീനുമായി ബന്ധമില്ലാതെ സിയാറത്തിന്റെ പോലും പേര് പറഞ്ഞുകൊണ്ട് ഔറത്തു മറയ്ക്കാതെ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് ആ സ്വർഗത്തിൽ എന്ത് സ്ഥാനം കിട്ടും? നിനക്ക് ആ സ്വർഗത്തിൽ എന്ത് സ്ഥാനം കിട്ടും? ആസിയ റളിയല്ലാഹു അൻഹ പോയ സ്വർഗം വേണം, മഹദിയായ സുമയ്യ പോകുന്ന സ്വർഗം വേണം. ദീനിനു വേണ്ടി കഷ്ടതകൾ സഹിച്ചുകൊണ്ട്